ഇൻ ദി ഗിവൻ ഫിഗർ എ ബി സി ഡി ഈസ് എ റെക്റ്റാങ്കിൾ. എ ബി സി ഡി നമുക്ക് തന്നിട്ടുണ്ട്, അതൊരു റെക്റ്റാങ്കിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ആംഗിൾ ഒ ബി സി ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി, ആംഗിൾ ഡി എ ഒ ഈസ് ഈക്വൽ ടു 70 ഡിഗ്രി. ഫൈൻഡ് ആംഗിൾ എ യു ബി. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ, അതും അതേ ടൈപ്പ് ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ എന്താ ചെയ്യുക, അവിടെ നമ്മൾ രണ്ട് പാരലൽ ലൈൻസ് നമുക്ക് തരിക ചെയ്തേ. ഇവിടെ നമുക്ക് അറിയാം ഇത് റെക്റ്റാങ്കിൾ ആണ്, അതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് ലൈൻസ് എന്തായിരിക്കും, പാരലൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എ ഡിയും ബി സിയും എന്താണെന്ന് പറയാം, പാരലൽ ആണ് പറയാം അല്ലേ. ശരി, അതുകൊണ്ട് തന്നെ ഇതിനെ ബിറ്റ്വീൻ ആയിട്ട് നമുക്കൊരു വേറൊരു പാരലൽ ലൈൻസും കൂടി ഇമാജിൻ ചെയ്ത് വരയ്ക്കാം. ഓക്കെ, കറക്റ്റായിട്ട് വരയ്ക്കണം എന്നൊന്നുമില്ല, ഡ്രോ ചെയ്യാനല്ല ക്വസ്റ്റ്യൻ. സോ ഒരു ഇമാജിനേഷൻ, ഇതിനെ പാരലായിട്ടൊരു ലൈനാണിത്, പാരലാവും ചെയ്യണം. ഓക്കെ, ഇമാജിൻ ചെയ്യുമ്പോൾ ആ രീതിയിൽ ചെയ്യാം. ഇനി എന്താ ചെയ്യുക, പാരലാണ് എന്നുണ്ടെങ്കിൽ ഇത് രണ്ടും പാരലാവുകയാണെങ്കിൽ നമുക്കിവിടെ പറയാം, ഇവിടെ ഒരു ആൾട്ടർനേറ്റീവ് ആംഗിൾസ് ഉണ്ടാവുന്നുണ്ട്, കറസ്പോണ്ടിങ് ആംഗിൾസ് ഉണ്ടാവുന്നുണ്ട് അല്ലേ. അതുപോലെ ഓപ്പോസിറ്റ് ആംഗിൾസ് അതൊന്നും ഞാൻ പോണില്ല. ഇവിടെ എന്ത് കോൺസെപ്റ്റ് വേണ്ടു, നമ്മുടെ സെഡ് അല്ലേ. അപ്പോൾ ഇത് 60 ആണെങ്കിൽ ഇതും എന്തുതന്നെയായിരിക്കും, 60 ഡിഗ്രി ആയിരിക്കും. അതേപോലെ ഇത് 70 ആണെങ്കിൽ ഇവിടെ എന്തുതന്നെയായിരിക്കും, 70 അല്ലേ. ഇതും സെഡ് ആണല്ലോ, ഇതും സെഡ് ആണ്. ഓക്കെ ആണോ? ഓക്കെ, ഇനി നമുക്ക് എന്തേ വേണ്ടു, ആംഗിൾ എ യു ബി. എ യു ബി നമുക്ക് കിട്ടി കഴിഞ്ഞു. ഈ രണ്ട് ആംഗിളും കൂടിയിട്ട് എന്ത് ചെയ്താൽ മതി, ഇനി സം ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, 130 ആണ് കിട്ടുക. അപ്പോൾ നമ്മുടെ ആൻസർ 130 ആണ്. ഓക്കെ.